ചാപ്റ്റർ സെക്കൻഡ് ദ റിവർ വാലി സിവിലൈസേഷൻ. രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, നദീതട സംസ്കാരങ്ങൾ. ദ ചാപ്റ്റർ സ്റ്റാർട്ട്സ് വിത്ത് explaining an incident. What is this incident? It was the year of 1856. The British decided to lay a railway line from Multan to Lahore. അതായത് 1856 ബ്രിട്ടീഷുകാർ മുൾത്താനിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽവേ ലൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. The Brandon brothers were assigned to charge of its construction. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല ബ്രണ്ടൻ ബ്രദേഴ്സിനായിരുന്നു നൽകിയിരുന്നത്. The line was to be laid through the Indus Valley. ഈ റെയിൽവേ ലൈന് പോയിരുന്നത് ഇൻഡസ് വാലിയിലൂടെയായിരുന്നു. Though the brothers who were engineers toiled hard with the labours, they could not fix the railway track in the loose soil. നല്ല കഴിവുള്ള എഞ്ചിനീയർമാരായിരുന്നിട്ടും ഇവർക്ക് ഈ ലൂസായ മണ്ണിൽ റെയിൽവേ ലൈന് സ്ഥാപിക്കുന്നതിന് അവർക്ക് കഴിഞ്ഞില്ല. ദ കൺസ്ട്രക്ഷൻ കെയിം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണം ഇങ്ങനെ നീങ്ങാതെ നിന്നു, അതായത് നിർമ്മാണം നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. The engineers noticed some burned bricks nearby. അപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്ത് ഈ എഞ്ചിനീയർമാർ ഈ ചുട്ട ഇഷ്ടികയുടെ കട്ടകൾ ഇവർ കാണുന്നത്. They were hard and suitable for laying the track. ചുടുകട്ടകൾ ഇവർക്ക് ഈ റെയിൽവേ ട്രാക്ക് നിർമ്മിക്കാൻ പറ്റിയതായിരുന്നു. Without wasting any time, they paved those bricks and laid the lane. ഈ കട്ടകൾ പാകിക്കൊണ്ട്, അതായത് ഈ ലൂസായ മണ്ണിൽ ഈ കട്ടകൾ നിരത്തിക്കൊണ്ട് അവർ അതിൻ്റെ മുകളിലൂടെ റെയിൽ പാത നിർമ്മിച്ചു. ഇത്തരത്തിലുള്ളൊരു സംഭവമാണ്, ചരിത്ര സംഭവമാണ് ആദ്യമായിട്ട് ഇവർ വിശദീകരിക്കുന്നത്. ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നദീതട സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് പറയാനാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ. Neither the laborers nor the engineers realized that those who burned bricks were the remains of a great civilization that existed centuries back. ഈ ലൈൻ നിർമ്മിച്ച തൊഴിലാളികളോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ ഒന്നും അറിഞ്ഞില്ല ഇവർ ഈ ഉപയോഗിച്ച ചുടുകട്ടകൾ ഒരു പണ്ട് കാലത്തുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് അവർക്കറിയില്ലായിരുന്നു. Later, when Sir John Marshall was the director of the Archaeological Survey of India, an excavation was undertaken in 1921. എന്നാൽ 1921 സർ ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് കുഴിച്ചെടുക്കൽ നടന്നു, എക്സ്കവേഷൻ നടന്നു. It revealed that the bricks were the ruins of the great civilization. അങ്ങനെ ഈ കുഴിച്ചെടുക്കൽ നടന്നപ്പോഴാണ് ഇത് പണ്ട് കാലത്തുള്ളൊരു സംസ്കാരത്തിൻ്റെ അവശിഷ്ടമാണെന്ന വിവരം ജനങ്ങൾക്ക് അറിയുന്നത്. അതായത് ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ 1921 ഈ പ്രദേശങ്ങളിൽ കുഴിച്ചെടുക്കൽ പ്രക്രിയ നടന്നപ്പോഴാണ് ഈ ചുടുകട്ടകൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. The excavation revealed that the civilization had existed in the valleys of the river Indus and its tributaries. കുഴിച്ചെടുക്കൽ നടത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഈ സംസ്കാരം നിലനിന്നിരുന്നത് സിന്ധു നദിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ പോഷക നദിയുടെയും തീരങ്ങളിലായിരുന്നു. Hence this civilization came to be known as Indus Valley Civilization. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിച്ചു. Why the civilization is known as Indus Valley Civilization? Because Indus Valley Civilization flourished on the banks of Indus and its tributaries. അതായത് സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദിയുടെയും തീരത്ത് ഉത്ഭവിച്ചതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. The first excavation was conducted in Harappa in the present Pakistan. ഈ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ
കേന്ദ്രങ്ങളിൽ ആദ്യമായി കുഴിച്ചെടുക്കൽ നടത്തിയത് ഹരപ്പ എന്ന പ്രദേശത്തായിരുന്നു. പാകിസ്ഥാനിലാണ് ഈ ഹരപ്പ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് ലെഡ് ബൈ ദയാറാം സാഹ്നി. ഹരപ്പയിൽ കുഴിച്ചെടുക്കലിന് നേതൃത്വം നൽകിയത് ദയാറാം സാഹ്നി ആയിരുന്നു. സിൻസ് ദ ഫസ്റ്റ് എവിഡൻസ് ഫോർ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് obtained from Harappa, this civilization is also known as the Harappan civilization. അതായത് ഹരപ്പയിൽ നിന്നാണ് ആദ്യത്തെ തെളിവുകൾ അതല്ലെങ്കിൽ ആദ്യ കുഴിച്ചെടുക്കൽ നടത്തിയത് എന്നതുകൊണ്ട് ഈ സംസ്കാരത്തെ ഹരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നുണ്ട്. ഇറ്റ് വാസ് R.D. ബാനർജി who led the excavation in Mohenjo-daro in the present Pakistan. അതുപോലെ തന്നെ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മോഹൻജദാരോ. ഇവിടെ കുഴിച്ചെടുക്കൽ പ്രക്രിയക്ക് നേതൃത്വം നൽകിയത് R.D. ബാനർജി ആയിരുന്നു. ഫർദർ റിസർച്ചസ് ഓൺ ദ സിവിലൈസേഷൻ ആർ ഗോയിങ് ഓൺ. ഇപ്പോഴും ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ദ ചാർട്ട് indicates the excavation of the Indus Valley civilization. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങൾ നടത്തിയ കുഴിച്ചെടുക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ചാർട്ട് നൽകിയിട്ടുണ്ട്. അതൊന്ന് പൂർത്തിയാക്കണം. ദ ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർ ജോൺ മാർഷൽ R.D. ബാനർജി conducted excavation in Mohenjo-daro. Who conducted the excavation in Harappa? Dayaram Sahni. The Harappan civilization stretched across the region ranging from the western part of Pakistan to Alangarpur in Uttar Pradesh. ഹരപ്പൻ സംസ്കാരം എത്രമാത്രം പ്രദേശത്ത് വ്യാപിച്ചു കിടന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. പാകിസ്ഥാന്റെ പടിഞ്ഞാറ് മുതൽ ഉത്തർപ്രദേശിലെ അലങ്കീർപൂർ വരെയും ഫ്രം കാശ്മീർ ഇൻ നോർത്ത് ടു ദ നർമ്മദ വാലി ഇൻ സൗത്ത്. വടക്ക് കാശ്മീർ മുതൽ തെക്ക് നർമ്മദ താഴ്വര വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഇത്രയും വിശാലമായ പ്രദേശത്തായിരുന്നു ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്ഥിതി ചെയ്യുന്നത്. The period of this civilization is generally placed between BCE 2700 and BCE 1700. ഈ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BCE 2700 മുതൽ BCE 1700 വരെയാണ്. BCE എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രിസ്ത്യൻ ഇറ, ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്. Observe the map and list the major sites of Indus Valley civilization in the table given. Identify the present countries in which they are situated. ഇവിടെ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മാപ്പ് നിങ്ങൾ നോക്കുക. മാപ്പ് നോക്കിയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സൈറ്റുകൾ കണ്ടെത്തുക. അത് ഏത് രാജ്യത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടെത്തണം. എന്നിട്ട് ഈ ടാബിൾ പൂർത്തിയാക്കാം. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ്? ഫസ്റ്റ് വൺ ഹരപ്പ, ദെൻ മോഹൻജദാരോ, സത്കജന്തൂർ, അലങ്കീർപൂർ, ബനവാലി, കാലിബംഗൻ, ലോത്തൽ, ധോളവിര, റാങ്പൂർ ആൻഡ് ഷോട്ടുഗായ്. ഹിയർ ഹരപ്പ, മോഹൻജദാരോ ആൻഡ് സത്കജന്തൂർ situates in Pakistan and at the same time Shotugai in Afghanistan. All other sites included in India. Then features of cities. Which are the important features of the Harappan cities? We have seen that it was the hardness of the bricks they came across that amazed the laborers. The key features of the Harappan cities was the use of hard burnt bricks. Harappan പട്ടണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നിർമ്മിച്ചിരുന്നത് പ്രധാനമായിട്ടും ചുട്ട ഇഷ്ടികകൾ കൊണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ആ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയ സ്ഥലത്തുള്ള അനുഭവം പറഞ്ഞു. അവർ ഈ ചുടുകട്ടകൾ കണ്ട് അത്ഭുതപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പട്ടണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ ചുടുകട്ടകളാണ് ഉപയോഗിച്ചിരുന്നത്. All buildings were built of burnt bricks. The cities Harappa, Mohenjo-daro and Lothal all had two parts. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾക്കൊക്കെ രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു. അതായത് ഹരപ്പയ്ക്കും അതുപോലെ തന്നെ മോഹൻജദാരോ, ലോത്തൽ തുടങ്ങിയ കേന്ദ്രങ്ങൾക്കൊക്കെ പട്ടണങ്ങൾക്ക് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു. വിച്ച് ആർ ദേ? The first part is known as citadel.
ദ പാർട്ട് ഓഫ് ദ സിറ്റി ടു ദ വെസ്റ്റ് വാസ് ഹയർ. അതായത് പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഉണ്ടായിരുന്ന ഒരു ഉയർന്ന ഭാഗമുള്ള പ്രദേശം. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അത് ഭരണകർത്താക്കളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് വിശ്വസിക്കുന്നു. ദ റൂയിൻസ് ഓഫ് എ ബിഗ് ബിൽഡിങ്സ് പ്രോബബിലി ആൻ അസംബ്ലി ഹാൾ വേർ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. ഇവിടെ നിന്നാണ് ഈ ഒരു അസംബ്ലി ഹാളിൻ്റെയൊക്കെ അവശിഷ്ടം കുഴിച്ചെടുക്കപ്പെട്ടത്. ദ പാർട്ട് ഓഫ് ദ സിറ്റി ഓഫ് ദ ഈസ്റ്റ് വാസ് ലോവർ ആൻഡ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദ കോമൺ പീപ്പിൾ. എന്നാൽ അതേസമയം തന്നെ പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് താഴ്ന്ന പ്രദേശമായിരുന്നു. ഇവിടെ സാധാരണ ജനങ്ങളാണ് താമസിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്നു. ദ റൂയിൻസ് ഓഫ് മെനി ബിൽഡിങ്സ് that might have been houses were unearthed from here. ഇവിടെ നിന്ന് ധാരാളം ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് വീടുകളുടെ അവശിഷ്ടങ്ങളൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഹൗസസ് were built along both sides of planned streets. വീടുകൾ നിർമ്മിച്ചിരുന്നത് റോഡിൻ്റെ ഇരുവശത്തുമായിരുന്നു. ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, പ്രധാന റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വീട് നിർമ്മിച്ചു. They were of varying structures. Some houses had only one room, whereas others had more rooms, a courtyard and well. അതായത് വീടുകൾ പല വലിപ്പത്തിലുള്ളതുണ്ടായിരുന്നു, ഒരു റൂമുള്ളതുണ്ടായിരുന്നു, ഒന്നിൽ കൂടുതൽ റൂമുകളുള്ള വീടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടുമുറ്റമുള്ള വീടുകൾ, ഓരോ വീടിനും കിണറുകൾ. അതുപോലെ തന്നെ എവരി ഹൗസ് ഹാഡ് എ ടോയ്ലറ്റ്. എല്ലാ വീടുകൾക്കും ടോയ്ലറ്റും ഉണ്ടായിരുന്നു. ദ ഡ്രെയിനേജ് വാസ് അനദർ ഫീച്ചർ ഓഫ് ദീസ് സിറ്റീസ്. ഈ പട്ടണത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഴുക്കുചാൽ സമ്പ്രദായമായിരുന്നു. ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ ഹൗസസ് വാസ് ലെറ്റ് ഔട്ട് ഇൻ ടു ദ ഡ്രെയിൻസ്. ഓരോ വീടുകളിൽ നിന്നുള്ള അഴുകിയ വെള്ളം ഈ പൊതു അഴുക്കുചാലിലേക്ക് പോയിരുന്നു. ദീസ് ഡ്രെയിൻസ് വേർ കണക്റ്റഡ് ടു ദ മെയിൻ ഡ്രെയിൻ ഓഫ് ദ സ്ട്രീറ്റ്. എല്ലാ വീടുകളിൽ നിന്നുള്ള അഴുക്കുചാലുകൾ പൊതു അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. ദ ഡ്രെയിൻസ് വേർ ബിൽറ്റ് ഓഫ് ബേൺ ബ്രിക്സ് ആൻഡ് കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്സ്. ഈ അഴുക്ക് ചാലുകളൊക്കെ നിർമ്മിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ച് തന്നെയാണ്. ഈ അഴുക്ക് ചാലുകളൊക്കെ സ്ലാബ് ഇട്ട് മൂടുകയും ചെയ്തിരുന്നു. ഇഫക്റ്റീവ് ഡ്രെയിനേജ് സിസ്റ്റംസ് എക്സിസ്റ്റഡ് ഈവൺ ഇൻ സ്മാൾ ടൗൺസ് ആൻഡ് വില്ലേജസ്. ചെറിയ പട്ടണങ്ങളിലും അതുപോലെ തന്നെ ചെറിയ ഗ്രാമങ്ങളിലും ഇത്തരത്തിലുള്ള സിസ്റ്റം നിലനിന്നിരുന്നു. ഇൻ മോഹൻജദാരോ a great tank called the Great Bath was discovered. മോഹൻജദാരോയിൽ നിന്ന് ഒരു കുളം കണ്ടെത്തിയിട്ടുണ്ട്. It is an evidence for the architectural skill of the people of that period. ആ കാലത്തെ ജനങ്ങളുടെ നിർമ്മാണ വൈഭവമാണ് ഇത് കാണിക്കുന്നത്. It was built entirely with burnt bricks. ഇത് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരുന്നത് ഈ ചുട്ട ഇഷ്ടികകൾ കൊണ്ട് തന്നെയായിരുന്നു. Granary and agriculture. Granaries are significant among the ruins discovered from the Harappa. ഹരപ്പയിൽ നിന്ന് കുഴിച്ചെടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവശിഷ്ടമായിരുന്നു അവിടുത്തെ ധാന്യപ്പുര. They were big buildings with a facility to dry and store grains. ധാന്യങ്ങൾ ഉണക്കി സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു ഇത്. The remains of wheat, barley, millet, sesame, pulses, etc. have been found here. ഇവിടെ നിന്നും വീറ്റ്, ബാർലി, മില്ലറ്റ്, സിസെയിം, പൾസസ് ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ have been uncovered from the Rangpur and Lothal in Gujarat. അതായത് രാങ്പൂരിൽ നിന്നും അതുപോലെ തന്നെ ലോത്തലിലുമൊക്കെ നെല്ല് കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കോട്ടൺ വാസ് ആൾസോ കൾട്ടിവേറ്റഡ്. ധാന്യങ്ങൾക്ക് പുറമെ പരുത്തിയും കൃഷി ചെയ്തിരുന്നു. ദ അർബൻ ഫോൾക്ക് ഡിപ്പെൻഡഡ് ഓൺ ദ വില്ലേജസ് ഫോർ ദ ഫുഡ് ആൻഡ് വർക്ക്. നഗരത്തിലെ ജനങ്ങൾ ഭക്ഷണത്തിനും അതുപോലെ തന്നെ ജോലിക്കുമൊക്കെ വില്ലേജിൽ താമസിക്കുന്നവരെ ആശ്രയിച്ചിരുന്നു. The villages were the major market for the urban products. നഗരങ്ങളിൽ നിർമ്മിച്ചിരുന്ന വസ്തുക്കളൊക്കെ പ്രധാനമായിട്ടും വിറ്റഴിച്ചിരുന്നത് ഗ്രാമങ്ങളിലായിരുന്നു. The agricultural field in the villages were fertile. It is alluvial soil deposited by the river Indus that made them fertile.
ഇവിടുത്തെ കൃഷിസ്ഥലങ്ങളൊക്കെ ഫലഭൂയിഷ്ടമായിരുന്നു. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം സിന്ധു നദി നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണായിരുന്നു. ഇൻ കാലിബംഗൻ ഇൻ രാജസ്ഥാൻ ഫാമിംഗ് വാസ് ഡൺ ബൈ പ്ലോയിങ് ദ ലാൻഡ്. രാജസ്ഥാനിലെ കാളിബംഗനിൽ നിലം ഉഴുതിട്ടായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. ദ ഫിഗേഴ്സ് ഓഫ് പ്ലോസ് മെയ്ഡ് ഓഫ് ക്ലേ വർ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച കലപ്പയുടെയൊക്കെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കനാൽസ് വർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ. ജലസേചനത്തിന് വേണ്ടി ഇവർ കനാലുകൾ നിർമ്മിച്ചിരുന്നു. ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ അനിമൽ ഹസ്ബൻഡറി ആൾസോ എക്സിസ്റ്റഡ്. കൃഷിക്ക് പുറമെ മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിരുന്നു. പ്ലെന്റി ഓഫ് അനിമൽസ് ബോൺസ് ഹാവ് ബീൻ അണേർത്ത്ഡ് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് ധാരാളം മൃഗങ്ങളുടെ എല്ലുകൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. ദ ഫിഗേഴ്സ് ഓഫ് റൈനോസറസ് ആൻഡ് എലഫൻസ് മെയ്ഡ് ഓഫ് ക്ലേ ഹാവ് ആൾസോ ബീൻ ഫൗണ്ട്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ റൈനോയുടെ അതുപോലെ തന്നെ എലഫന്റിൻ്റെയൊക്കെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേ റിയേർഡ് ഓക്സ്, ഗോട്ട്, പിഗ് ആൻഡ് ഷീപ്പ്. ഓക്സ്, ഗോട്ട്, പിഗ്, ഷീപ്പ് ഇതിനൊക്കെ ഇവർ ഇണക്കി വളർത്തിയിരുന്നു. The surplus agricultural products were stored in the granary. അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചിരുന്നു. The grains collected in the form of revenue were also kept there. നികുതിയായിട്ട് സ്വീകരിച്ച ധാന്യങ്ങളും ഈ ധാന്യപ്പുരയിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്. The grains thus stored were made available to the public. ഇത്തരത്തിൽ ഇവർ ശേഖരിച്ചു വെച്ച ധാന്യങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു. Such granaries are the evidence for the existence of an efficient administrative system. ഇത്തരത്തിലുള്ള ഗ്രാനറികൾ സിന്ധു നദീതട സംസ്കാരത്തിൽ നല്ല ഒരു ഭരണം നിലനിന്നിരുന്നു എന്നതിന് തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ട്രേഡ് എന്തായിരുന്നു ഇക്കാലത്തെ വ്യാപാരത്തിൻ്റെയും കച്ചവടത്തിൻ്റെയൊക്കെ അവസ്ഥ? The agricultural progress led to the surplus production and storage of grains. കൃഷി ധാരാളമായി വർദ്ധിച്ചപ്പോൾ അമിതമായ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ ഇവർ ധാന്യപ്പുരകളിൽ ശേഖരിച്ചു വെച്ചിരുന്നു. Accurate weights and measures were used for exchanging the stored products. ഇങ്ങനെ സ്റ്റോർ ചെയ്ത വസ്തുക്കൾ ധാന്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള അളവ് തൂക്ക സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്നു. Weighing and measuring tools have been unearthed from here. ഇവിടെ ചിത്രം കാണുന്നുണ്ട്. അളക്കാനും തൂക്കാനും ഒക്കെയുള്ള ധാരാളം ഉപകരണങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കുഴിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. Haven't you discussed the Mesopotamian civilization in previous class? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Inscription discovered from the Mesopotamia mention their trade relation with Meluha. അതായത് ഈ മെസപ്പൊട്ടാമിയയിൽ നിന്ന് ലഭിച്ച ഇൻസ്ക്രിപ്ഷനിൽ അവർ മെലൂഹ എന്ന ഒരു പ്രദേശവുമായിട്ട് വ്യാപാര ബന്ധം നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹിസ്റ്റോറിയൻസ് ഒപ്പൈൻ ദാറ്റ് മെലൂഹ ഈസ് പ്രോബബിലി ഹരപ്പ. ചരിത്രകാരന്മാർ പറയുന്നത് ഈ മെലൂഹ എന്ന പ്രദേശം ഹരപ്പയായിരിക്കാം എന്ന് പറയുന്നുണ്ട്. The Mesopotamian seals found from Harappa also provide the evidence for this trade link. ഹരപ്പയിൽ നിന്ന് കണ്ടുകിട്ടിയ മെസപ്പൊട്ടോമിയൻ സീലുകൾ ഇതിന് തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ലോത്തൽ വാസ് വൺ ഓഫ് ദ സെന്റേഴ്സ് ഓഫ് മാരിടൈം ട്രേഡ്. ഇക്കാലത്തെ കടൽ വഴിയുള്ള വ്യാപാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൈറ്റായിരുന്നു ലോത്തൽ. The clay models of sailing ships obtained also prove their maritime trade link. അതായത് കപ്പലിൻ്റെയൊക്കെ കളിമൺ രൂപങ്ങൾ ഇക്കാലത്ത് സമുദ്രം വഴിയുള്ള വ്യാപാരം നടന്നതിൻ്റെ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The seals were widely found from the Indus Valley sites were probably used for the purpose of trade. സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് ലഭിച്ച സീലുകൾ പ്രധാനമായിട്ടും ഇവരുടെ വ്യാപാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. However, no evidence for the use of coins have been found yet. നാണയങ്ങൾ അവർ ഉപയോഗിച്ചതായിട്ട് തെളിവുകളൊന്നും കാണുന്നില്ല. They collected copper from the mines of Khetri in the present രാജസ്ഥാൻ. രാജസ്ഥാനിൽ നിന്ന് അവർ ചെമ്പ് ശേഖരിച്ചു.
ആൻഡ് ടിൻ ഫ്രം ദ പ്രസന്റ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ. മധ്യേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ടിന്നും അവർ ശേഖരിച്ചു. കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ്. എന്നിട്ട് കോപ്പറും ടിന്നും കൂട്ടിച്ചേർത്ത് അവർ ബ്രോൺസ് എന്ന പുതിയ ഒരു ലോഹം നിർമ്മിച്ചിരുന്നു. ദേ മെയ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിങ് ബ്രോൺസ്. അതായത് വെങ്കലം ഉപയോഗിച്ചിട്ട് ഇവർ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി. സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഇത്തരത്തിൽ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും വ്യാപകമായി ഉപയോഗിച്ചതുകൊണ്ട് ഈ സംസ്കാരത്തെ വെങ്കലയുഗ സംസ്കാരം അതല്ലെങ്കിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും വിളിക്കുന്നുണ്ട്. ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്സ്. ഇക്കാലത്തെ കരകൗശല വിദ്യയും അതുപോലെ തന്നെ തൊഴിൽ കൂട്ടങ്ങളും. The seals, clay figures, utensils, ornaments, etc. dug out from the Harappa bear the witness of their craftsmanship. ഹരപ്പയിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ട സീലുകൾ, അതുപോലെ തന്നെ കളിമൺ രൂപങ്ങൾ, ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ, ഇതൊക്കെ ഇവരുടെ കരകൗശല മേഖലയിലുള്ള കഴിവിനെയാണ് കാണിക്കുന്നത്. The ruins of kilns where pottery was produced have been widely dug out. അതായത് കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചിരുന്ന ചൂളകൾ പല സ്ഥലങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. ഓർണമെന്റൽ വർക്ക്സ് വേർ ഡൺ ഓൺ ദ ക്ലേ പോട്ട്സ്. കളിമൺ പാത്രങ്ങളിൽ അവർ അലങ്കാര പണികൾ ചെയ്തിരുന്നു. ആനിമൽ ഫിഗേഴ്സ് വേർ മൗൾഡഡ് ഫ്രം ക്ലേ. കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഫിഗേഴ്സ് ഓഫ് മെൻ, വിമൻ ആൻഡ് കാർഡ്സ് ഹാവ് ആൾസോ ബീൻ ഡിസ്കവേർഡ് ഫ്രം ഹിയർ. ഈ കളിമണ്ണ് കൊണ്ടുള്ള പുരുഷ രൂപങ്ങൾ, സ്ത്രീകളുടെ രൂപങ്ങൾ, വണ്ടികളുടെ രൂപങ്ങളൊക്കെ ഇവിടെ നിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട്. കോപ്പർ, ബ്രോൺസ് ആൻഡ് ഗോൾഡ് വേർ യൂസ്ഡ് ടു മേക്ക് ഓർണമെന്റ്സ്. ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്രോൺസും അതുപോലെ തന്നെ ചെമ്പും സ്വർണവും ഒക്കെ ഉപയോഗിച്ചിരുന്നു. എവിഡൻസ് ഓഫ് സെന്റേഴ്സ് വേർ ബീഡ്സ് വേർ മെയ്ഡ് ഹാവ് ബീൻ അണേർത്ത്ഡ് ഇൻ ലോത്തൽ. ലോത്തലിൽ നിന്നും മുത്ത് നിർമ്മിക്കുന്ന ഒരു കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. ബാംഗിൾസ് വേർ മെയ്ഡ് ഫ്രം ക്ലേ, ബ്രോൺസ് ആൻഡ് ടോർട്ടോയ്സ് ഷെൽസ്. കളിമണ്ണ് കൊണ്ടും അതുപോലെ തന്നെ ബ്രോൺസ് കൊണ്ടും ആമത്തോട് കൊണ്ടുമൊക്കെ ഇവര് വളകൾ നിർമ്മിച്ചിരുന്നു. Though skilled at making handicrafts, the Harappans did not give importance to forging weapons. കരകൗശല മേഖലയിൽ ഒരുപാട് കഴിവുള്ള വ്യക്തികളായിരുന്നിട്ടും അവര് ആയുധ നിർമ്മാണത്തിന് അമിത പ്രാധാന്യം നൽകിയിരുന്നില്ല. The artistic skill of the Harappans is reflected in the seals they made. അവരുടെ കരകൗശല കഴിവ് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് അവർ നിർമ്മിച്ച സീലുകളിലാണ്. The seals were made from clay and stones. ഒരേ സമയം ഈ സീലുകൾ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചു, കല്ലുകൊണ്ട് നിർമ്മിച്ചിരുന്നു. The statue of dancing girl found from Mohenjo-daro is also an example for their artistic skill. മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ച നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ അവരുടെ ആർട്ടിസ്റ്റിക് സ്കില്ലിനെയാണ് കാണിക്കുന്നത്. The diverse handicraft hint at the existence of the occupational groups. വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിച്ചതുകൊണ്ട് ഇക്കാലത്ത് വിവിധ തൊഴിൽ കൂട്ടങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിരിക്കാമെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. Given above are the pictures of a few seals found from the Indus Valley sites. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇൻഡസ് വാലി സൈറ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സീലുകളുടെ ചിത്രങ്ങളാണ്. Can you see the scripts in them? ഇതിൽ നിങ്ങൾക്ക് എഴുത്തുകൾ കാണുന്നില്ലേ? We can discern that the Harappan had their own script. അതുകൊണ്ട് തന്നെ ഈ ഹരപ്പൻ ജനതയ്ക്ക് അവരുടേതായ ഒരു എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The attempts to decipher them have not yet been successful. ഇത് വായിച്ചെടുക്കാനുള്ള ശ്രമം ഇന്നുവരെ വിജയിച്ചിട്ടില്ല. അതായത് ഒരു പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്, ഒരു ചിത്രലിപിയാണ് അവർ വികസിപ്പിച്ചിരുന്നത്. ബിലീഫ് സിസ്റ്റം, അവരുടെ വിശ്വാസ രീതികൾ എങ്ങനെയായിരുന്നു?
The seals found from Harappa provide information about the then belief system. ഹരപ്പയിൽ നിന്ന് ലഭിച്ച സീലുകളിൽ നിന്ന് ഇക്കാലത്തെ വിശ്വാസ രീതിയെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നുണ്ട്. Clay figures of women have widely been discovered. അതായത് കളിമണ്ണ് കൊണ്ടുള്ള സ്ത്രീ രൂപങ്ങൾ ധാരാളം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. They prove the existence of worshipping the mother goddess. ഇത് മാതൃദേവതയെ ഇവർ ആരാധിച്ചിരുന്നു എന്നതിന് തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Such worship existed in connection with fertility of the soil. ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പ്രധാനമായിട്ടും നിലനിന്നിരുന്നത്. Historian opine that the figures of men found from here are the early form of Shiva, that is proto Shiva. ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇവിടെ നിന്ന് ലഭിച്ച ഈ പുരുഷ രൂപം എന്നത് അത് ആദിമ ശിവന്റെ രൂപമായിരിക്കാം. They also worshipped the animals and trees. ഇവര് മൃഗങ്ങളെയും അതുപോലെ തന്നെ മരങ്ങളെയും ആരാധിച്ചിരുന്നു. The great bath unearthed in Mohenjo-daro might have been used for religious ceremonies. മോഹൻജദാരോയിൽ നിന്ന് കണ്ടുകെട്ടിയ ഗ്രേറ്റ് ബാത്ത്, അതായത് മഹാസ്നാനഘട്ടം, അതല്ലെങ്കിൽ അവിടുത്തെ വലിയ കുളവും ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട എന്തോ ചടങ്ങിന് വേണ്ടി അവർ ഉപയോഗിച്ചതായിരിക്കാം. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട മതവിശ്വാസം. The fall of the Harappan civilization. ഹരപ്പൻ സിവിലൈസേഷന്റെ തകർച്ച. The Harappan civilization began to decline by BCE 1700. ഏകദേശം 1700 BC-യോട് കൂടിയിട്ട് ഹരപ്പൻ സിവിലൈസേഷൻ തകർന്നു. Several views prevail on the causes of its decline. ഇതിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. A few of them are given below. അവയിൽ ചിലത് ഇവിടെ നൽകിയിരിക്കുന്നു. Which are they? The first one, flood. ചിലപ്പോൾ അവരുടെ തകർച്ചയ്ക്കുള്ള കാരണം വെള്ളപ്പൊക്കമായിരിക്കാം, സിന്ധു നദിയിലെ വെള്ളപ്പൊക്കം. എക്സ്റ്റേണൽ ഇൻവേഷൻ, പുറമേ നിന്നുള്ള ആക്രമണമായിരിക്കാം അവരുടെ തകർച്ചയ്ക്ക് കാരണം. ഡീഫോറസ്റ്റേഷൻ, അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് വനങ്ങളൊക്കെ വ്യാപകമായി വെട്ടി നശിപ്പിച്ചതായിരിക്കാം അവരുടെ തകർച്ചയ്ക്ക് കാരണം. ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, അതല്ലെങ്കിൽ കാർഷിക മേഖലയുടെ തകർച്ചയായിരിക്കാം അവരുടെ നാശത്തിന് കാരണം. എപ്പിഡമിക്സ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധികൾ അവരെ വ്യാപകമായി പിടികൂടിയത് കൊണ്ടായിരിക്കാം അവർ തകർന്നു പോയത്. These are the important causes of the decline of the Harappan civilization.